എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സിനോണിംസ് ഡിസ്കസ് ചെയ്തു, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോറിൻ വേർഡ്സ്. ഓക്കെ, അപ്പൊ വേഗം എല്ലാവരും ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, റാര അവസ് എന്ന് പറഞ്ഞാൽ എന്താ? റാര അവസ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. റേറ എന്നൊക്കെ പറയുമ്പോ റെയർ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ് അല്ലെ. യുണീക് പേഴ്സൺ ഓർ തിങ് ആണ്. റാര അവസ് എന്ന് പറഞ്ഞാല് യുണീക് പേഴ്സൺ ഓർ തിങ് ആണ്. റെയർ ആയിട്ടുള്ള എന്ന് തന്നെ നമുക്ക് ഓർക്കാം അല്ലെ. റെയർ ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള. ഓക്കെ, അടുത്തേക്ക് വരാം. നെക്സ്റ്റ് വൺ, ദ ഫോറിൻ വേർഡ് പെർ ആനം മീൻസ് വാട്ട്? പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ? ആനം എന്നൊക്കെ പറഞ്ഞാല് ഇയർലി അല്ലെ, ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ. പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ? പെർ ഇയർ ആണ്. തെറ്റിപ്പോവരുത്, എല്ലായിടത്തും ഇങ്ങനെ ഓപ്ഷനിൽ ഇയർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പെർ ഇയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തേക്ക് വരാം. നെക്സ്റ്റ് വൺ, ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കേഴ്സ് ഡസൻ 13 ആണ് അല്ലെ. 13 നമ്മള് ഇപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം. നമ്മളിപ്പോ ഒരു ബേക്കറി പോയിട്ട് ഒരു ഡസൻ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ, ഡസൻ എന്ന് പറഞ്ഞാൽ 12 അല്ലെ. ഡസൻ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നല്ല ബേക്കറിക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് എക്സ്ട്രാ തരും അല്ലെ. അങ്ങനെ 13 ആയി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ എന്താ? 13. ഓക്കെ, 13. നെക്സ്റ്റ് വൺ, ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണഫൈഡ് ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ആണ്. ഓക്കെ, ഇൻ ഗുഡ് ഫെയ്ത്തിനെയാണ് എന്ത് പറയാ? ബോണഫൈഡ് എന്ന് പറയാ. അപ്പൊ ഇതിന്റെ ആന്റണിയം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മെലഫൈഡ്. മെലഫൈഡ്. ഓക്കെ, മെലഫൈഡ് എന്ന് പറഞ്ഞാല് റോങ് ഡൂയിങ് ആണ്. മെലഫൈഡ് എന്ന് പറഞ്ഞാല് റോങ് ഡൂയിങ്. ഓക്കെ, നമ്മൾ ഈ മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ മാൽ വെച്ചിട്ട്, അതേപോലെ മെലഫൈഡ് എന്ന് പറഞ്ഞാല് റോങ് ഡൂയിങ് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്ക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അഡ്ഹോക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെ. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ദി സ്പെഷ്യൽ പർപ്പസ് ഓഫ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ കോവിഡിന്റെ കേസ് വന്നു, അല്ലെങ്കിൽ ഫ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഒരു കമ്മിറ്റി രൂപം കൊള്ളും അല്ലെ, താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അഡ്ഹോക്ക് എന്ന് പറയാ കേട്ടോ. ഓക്കെ, ഇനി അടുത്തേക്ക് കയറാം. നോട്ടാ ബീൻ. നോട്ടാ ബീൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടാ ബീൻ നമ്മൾ ഈ പോസ്റ്റേഴ്സും നോട്ടീസൊക്കെ കാണുമ്പോൾ അതിനകത്ത് NB എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോട്ടാ ബീൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താ നോട്ടാ ബീൻ എന്ന് പറഞ്ഞാല്? നോട്ടഡ് കെയർഫുള്ളി എന്നുള്ളതാണ് കേട്ടോ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്ന ഒരു സംഭവമാണ് നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നോട്ടീസ് ഒക്കെ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അതിന്റെ അടിയിൽ NB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. എന്താണത്? നോട്ടാ ബീൻ അല്ലെ, നോട്ടാ ബീൻ. നെക്സ്റ്റ്, മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡസ്. ഇവിടെ ടി മാറിയിട്ട് ഡി ആയി അല്ലെ. അതായത് വിത്ത് നെസസറി ചേഞ്ചസ്, ഒരു ചേഞ്ച് വന്നു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡസ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് നെസസറി ചേഞ്ചസ്. വിത്ത് നെസസറി ചേഞ്ചസ്. അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ബെറ്റേനോയർ. ബെറ്റേനോയർ എന്ന് പറഞ്ഞാൽ എന്താ? ബെറ്റേനോയർ എന്താണ്? ബെറ്റേനോയർ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. ഓക്കെ, ബെറ്റ് അടിക്കണത് നമുക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ബെറ്റേനോയർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക് ആണ് കേട്ടോ. ബെറ്റേനോയർ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. അടുത്ത് നോക്കാം, ഫോക്സ് പാസ്. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഗസ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. എന്താണ് ഫോക്സ് പാസ്? ഫോക്സ് പാസ് എന്ന് പറഞ്ഞാല് സോഷ്യൽ ബ്ലണ്ടർ ആണ്. സോഷ്യൽ ബ്ലണ്ടർ ആണ്. ഓക്കെ, നമുക്ക് ഈ ഫോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുറുക്കനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഫോക്സ്. ഓക്കെ, ഈ ഫോക്സ് എക്സാം ഒക്കെ പാസ് ആവുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അതൊരു സോഷ്യൽ ബ്ലണ്ടർ ആണ് അല്ലെ. അങ്ങനെ ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറയുന്ന ഒരു കോഡാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോഷ്യൽ ബ്ലണ്ടർ. ഓക്കെ, സോഷ്യൽ ബ്ലണ്ടറിനെയാണ് ഫോക്സ് പാസ് എന്ന് കൊണ്ട് പറയുന്നത്. അടുത്ത് നോക്കാം, ബോൺ വിവന്റ്. എന്താണ് ബോൺ വിവന്റ് എന്ന് പറഞ്ഞാല്? ബോൺ വിവന്റ് ലക്ഷൂറിയസ് ലൈഫ് ആണ് കേട്ടോ. ബോൺ വിവന്റ് എന്ന് പറഞ്ഞാൽ
ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ്. നമ്മൾ എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പഠിച്ചിരുന്നു അല്ലെ? എക്സ്ട്രാവേഗന്റ്. എന്താണ് എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാല്? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ലാവിഷ് ആവുക, ലാവിഷ് അല്ലെ? ധൂർത്തടിക്കുക, ലാവിഷ് ആവുക. അതേപോലെ തന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിനെയാണ് എന്ത് പറയാ? ബോൺ വിവന്റ്. ഓക്കെ, ബോൺ വിവന്റ്. വേണമെങ്കിൽ വിവയൊക്കെ ഓർക്കാം. വിവ, ഹോർലിക്സ് ഒക്കെ കഴിച്ച് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ നയിച്ചു എന്നൊക്കെ ഓർക്കാം അല്ലെ? യെസ്. ഇനി നമ്മുടെ 10ാമത്തെ ഫോറിൻ വേർഡ് ആണ് കാർട്ടെ ബ്ലാങ്ക്. എന്താണ് കാർട്ടെ ബ്ലാങ്ക്? ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാർട്ടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞാല് യെസ്, വിത്ത് ഫുൾ പവർ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് പവർ കേട്ടോ. വിത്ത് ഫുൾ പവർ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് പവറിനെയാണ് നമ്മൾ എന്ത് പറയാ? കാർട്ടെ ബ്ലാങ്ക് എന്ന് പറയാം. അൺറെസ്ട്രിക്റ്റഡ് പവർ, വിത്ത് ഫുൾ പവർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലാങ്ക് എന്ന് കാണുമ്പോഴുണ്ടല്ലോ, ബ്ലാങ്ക് ചെക്ക് എന്ന് ഓർക്കാം. ഈ ബ്ലാങ്ക് ചെക്ക് നമുക്ക് കിട്ടുമ്പോ നമുക്ക് ഫുൾ പവർ കിട്ടുകയാണ് അല്ലെ? നമുക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാലോ. അങ്ങനെ ഓർത്ത് വെക്കാം. കാർട്ടെ ബ്ലാങ്ക് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് വിത്ത് ഫുൾ പവർ, വിത്ത് ഫുൾ പവർ. അപ്പൊ നമുക്ക് ഈ 10 എണ്ണം ഒന്നും കൂടെ നോക്കാം അല്ലെ? എന്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. യെസ്, ഫസ്റ്റ് വൺ റേറ അവിസ് എന്ന് പറയുമ്പോൾ റേർ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? യുണീക് പേഴ്സൺ അല്ലെ? യുണീക് പേഴ്സൺ ഓർ തിങ്. പിന്നെ പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ? പെർ ഇയർ ആണ് അല്ലെ? ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാലോ 13. ബോണോഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് ആണ്. മെലഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോങ് ഡൂയിങ്. അഡ്ഹോക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ്. നോട്ടാബീൻ, നോട്ടാബീൻ NB എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ? നോട്ടാബീൻ എന്ന് പറഞ്ഞാൽ നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടാറ്റസ് മ്യൂട്ടാൻഡസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് വന്നു അല്ലെ? വിത്ത് നെസസറി ചേഞ്ചസ്, വിത്ത് നെസസറി ചേഞ്ചസ്. ഓക്കെ, ബെറ്റെ നോയർ എന്ന് പറഞ്ഞാലോ? ബെറ്റ് അടിക്കണം നമുക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലാന്ന് ഓർക്കാം. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്, ഇഷ്ടമല്ലാത്തൊരു ഒബ്ജക്റ്റ് അല്ലെ? ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിസ്ലൈക്ക്. ഫോക്സ് പാസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബ്ലണ്ടർ ആണ് അല്ലെ? ഫോക്സ് പാസ് സോഷ്യൽ ബ്ലണ്ടർ. ബോൺ വിവന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് അല്ലെ? ബോൺ വിവന്റ്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാട്ടോ ബോൺ വോയേജ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. ബോൺ വോയേജ് എന്താണ്? ബോൺ വോയേജ് ഹാപ്പി ജേർണി ആണ്. ഓക്കെ, ഹാപ്പി ജേർണി, ഹാപ്പി ജേർണിനെയാണ് എന്ത് പറയുന്നത്? ബോൺ വോയേജ് എന്ന് പറയാം. ഈ വോയേജ് എന്ന് പറഞ്ഞാൽ ജേർണി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹാപ്പി ജേർണി, ഹാപ്പി ജേർണി. ഓക്കെ അല്ലെ? ഇനി അടുത്ത് നോക്കാം. കോപ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച് എ ഗവൺമെന്റ് ബൈ റെബല്യൻ. ഓക്കെ, ഒരു ഗവൺമെന്റിനെ ചേഞ്ച് ചെയ്യാം, അതിനെയാണ് എന്ത് പറയുന്നത്? കോപ് ഡേ അറ്റാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോപ് ഡേ അറ്റാറ്റ്, ടു ചേഞ്ച് എ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാനുള്ള വേറെ ഒരെണ്ണുണ്ട്, കോപ് ഡേ ഗ്രേസ്. ഓക്കെ, കോപ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫിനിഷിംഗ് ബ്ലോ ആണ് കേട്ടോ. എ ഫിനിഷിംഗ് ബ്ലോ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യുത്തനേഷ്യ എന്നൊക്കെ പറയില്ലേ, മേഴ്സി കില്ലിംഗ്, അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോപ് ഡേ ഗ്രേസ്, ഒരു ഫിനിഷിംഗ് ബ്ലോ. അതായത് ഇപ്പൊ ഒരു വാറിലോ ഒക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ആനിമൽസിനൊക്കെ കൊടുക്കുന്ന ഒരു ഫൈനൽ ബ്ലോ അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ബ്ലോ. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ? കോപ് ഡേ ഗ്രേസ് അല്ലെ? അപ്പൊ അങ്ങനെ പരിക്കേറ്റ് കിടക്കുന്നേക്കാളും നല്ലത് മരിച്ചു പോണതാണെന്നുള്ള രീതിയിൽ ഗ്രേസ് കിട്ടാൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോരുത്. കോപ് ഡേ അറ്റാറ്റും ഉണ്ട്, കോപ് ഡേ ഗ്രേസും ഉണ്ട്. കോപ് ഡേ അറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച് എ ഗവൺമെന്റ്. ഓക്കെ, കോപ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനിഷിംഗ് ബ്ലോ അല്ലെങ്കിൽ ഫൈനൽ ബ്ലോ കേട്ടോ. തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. എൻ ബ്ലോക്ക്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എൻ ബ്ലോക്ക് ഒരു ബ്ലോക്ക് ആണ് അല്ലെ? ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഈ ഹോൾസെയിൽ ആയിട്ടൊക്കെ വാങ്ങില്ലേ, ഒരു ബ്ലോക്ക് ആയിട്ട് എല്ലാം ടുഗെദർ, ഓൾ ടുഗെദർ അല്ലെ? എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ടുഗെദർ, ഓൾ ടുഗെദർ, ഒരു ബ്ലോക്ക് ആയിട്ട്. ഓക്കെ, ഓൾ ടുഗെദർ. നെക്സ്റ്റ് ഇസ് എ ടെമ്പോ. ടെമ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടെമ്പോ എന്ന് പറഞ്ഞാൽ ഇൻ ടൈം ആണ് കേട്ടോ. ഇൻ ടൈം. ഓക്കെ, ടെമ്പോ എന്ന് പറഞ്ഞാൽ ഇൻ ടൈം, നമ്മുടെ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പോ അല്ലെ? കറക്റ്റ് സമയത്ത്. അപ്പോ എ ടെമ്പോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ടൈം. അടുത്തത് സർക്ക എന്ന് പറഞ്ഞാൽ എന്താ? സർക്ക പറയാവോ? സർക്ക എന്ന് പറഞ്ഞാല് എബൌട്ട് ആണ്. സർക്ക എന്ന് പറഞ്ഞാൽ
എബൌട്ട് ആണ്, ഏകദേശം അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി. നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്ന് പറയില്ലേ, അതിനെയാണ് പറയുന്നത് സർക്ക, ഏകദേശം. ഓക്കെ, അപ്പോ നമുക്കൊരു സർക്കിൾ ആലോചിക്കാം അല്ലെ. ഇപ്പൊ ഞാനൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കിൾ ആയിട്ട് വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ സർക്ക എന്ന് പറയുമ്പോൾ സർക്കിൾ ആലോചിക്കാം, ഏതാണ്ട് ഒരു സർക്കിൾ ആയിട്ടൊക്കെ വന്നു എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ സർക്ക ഇറ്റ് മീൻസ് ഓർ ഇറ്റ് മീൻസ് അബൌട്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി. ഇനി അടുത്തേക്ക് കയറാം. എൻകോർ എത്രയായി? 15th വൺ അല്ലെ. എൻകോർ എന്ന് പറഞ്ഞാൽ എന്താ? എൻകോർ എന്ന് പറഞ്ഞാൽ കോൾ ഫോർ റിപ്പീറ്റ് പെർഫോമൻസ്. ഓക്കെ, കോർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ എന്നൊക്കെ ആലോചിക്കാം. മലയാളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറെ പ്രാവശ്യം പെർഫോമൻസിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തു എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ എൻകോർ എന്ന് പറഞ്ഞാൽ കോൾ ഫോർ റിപ്പീറ്റഡ് പെർഫോമൻസ്. ഓക്കെ, എൻകോർ കോൾ ഫോർ റിപ്പീറ്റഡ് പെർഫോമൻസ്. ഓക്കെ, റിപ്പീറ്റഡ് പെർഫോമൻസ്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്, സ്വയം പുകഴ്ത്തുക അല്ലെ. ടു പ്രൈസ് വൺ സെൽഫ്, അയാളെ തന്നെ പുകഴ്ത്തുക, പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ ടു ബ്ലോ വൺസ് ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രൈസ് വൺ സെൽഫ്. ഓക്കെ, ടു പ്രൈസ് വൺ സെൽഫ്. ഇനി ആ പ്രൈസിന് നമ്മളൊരു വാക്ക് പഠിച്ചിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ? കോംപ്ലിമെന്റ് അല്ലെ. കോംപ്ലിമെന്റ്, ഐ ഉള്ള കോംപ്ലിമെന്റ് ആണ് പുകഴ്ത്തുക. മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഞാൻ പുകഴ്ത്തിന്നോ അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തിന്നോ ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. 17th വൺ. ദ എക്സ്പ്രഷൻ പ്രോ ബോണോ മീൻസ് വാട്ട്? പ്രോ ബോണോ. ഓക്കെ, പ്രോ ബോണോ എന്ന് പറഞ്ഞാല് വർക്ക് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫ്രീ. ഓക്കെ, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു വർക്കാണ്. ഒരു ബോണസ് ആയിട്ട് ഒരു വർക്ക് ചെയ്തു കൊടുത്തു നോക്കാം അല്ലെ. ബോണസ് പോലെ ബോണോ. അപ്പൊ പ്രോ ബോണോ എന്ന് പറഞ്ഞാൽ വർക്ക് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫ്രീ ആണ് കേട്ടോ. വർക്ക് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫ്രീ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോറിൻ വേർഡ് ബോൺ എമി. അപ്പൊ നമ്മൾ ബോൺ വോയേജ് പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ബോൺ എമി എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ എമി, എമി ആമിയബിൾ എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡ് ആണല്ലോ. അപ്പൊ എന്തായിരിക്കും? ഒരു ഗുഡ് ഫ്രണ്ട് അല്ലെ. ആമിയബിൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പൊ ഗുഡ് ഫ്രണ്ട് ആണ് ബോൺ അമി. ബോൺ അമി എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഫ്രണ്ട്. ഓക്കെ, എന്താണ്? ഗുഡ് ഫ്രണ്ട് കേട്ടോ. അടുത്ത് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് എ സ്പീച്ച് ദ ലീഡർ വിഷ് ഡാഷ് ടു ഓൾ. എല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഗുഡ് ബൈ എന്നുള്ള രീതിയിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓ റിവോയർ. ഓക്കെ, ഓ റിവോയർ എന്ന് പറഞ്ഞാല് ഗുഡ് ബൈ, ഗുഡ് ബൈ. നമുക്ക് ഈ റിവോയർ എന്ന് പറയുമ്പോൾ റിസർവോയർ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാം അല്ലെ. നമ്മുടെ ഡാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം അല്ലെ. അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, ഗുഡ് ബൈ, സി യു എഗെയിൻ എന്നുള്ള രീതിയിൽ. അപ്പൊ റിസർവോയർ ഗുഡ് ബൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഓ റിവോയർ ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഗുഡ് ബൈ. At the end of a speech, the leader wished au revoir to all. അടുത്ത് നോക്കാം. The foreign word post meridiem means PM അല്ലെ. PM അല്ലെങ്കിൽ പോസ്റ്റ് മെറീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? PM എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ അല്ലെ. ആഫ്റ്റർനൂൺ ആണ്. ഓക്കെ, അപ്പോ ദ ഫോറിൻ വേർഡ് പോസ്റ്റ് മെറീഡിയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ആണ്. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം അല്ലെ. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള 10 നോക്കാം. കൂടെ തന്നെ എല്ലാവരും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാർട്ടി ബ്ലാങ്ക് എന്തായിരുന്നു? അൺറിസ്ട്രിക്റ്റഡ് പവർ അല്ലെങ്കിൽ വിത്ത് ഫുൾ പവർ അല്ലെ. പിന്നെ കോപ് ഡേ എറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ടു ചേഞ്ച് എ ഗവൺമെന്റ്. കോപ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ബ്ലോ. എൻ ബ്ലോക്ക് ഒരു ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ ഓൾ ടുഗെദർ. ടെമ്പോ, ടെമ്പോ എന്ന് പറഞ്ഞാൽ ഇൻ ടൈം ആണ്. സർക്ക ഏതാണ്ട് ഒരു സർക്കിൾ ആയിട്ട് വരും അല്ലെ. അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ എബൌട്ട്. എൻകോർ കുറെ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ്. ഓക്കെ, കോൾ ഫോർ റിപ്പീറ്റഡ് പെർഫോമൻസ്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്താ? പുകഴ്ത്തുക അല്ലെ. ടു പ്രൈസ് വൺ സെൽഫ്, കോംപ്ലിമെന്റ്. പ്രോ ബോണോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോ ബോണോ വർക്ക് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫ്രീ. ഓക്കെ, വർക്ക് ദാറ്റ് ഇസ് ഡൺ ഫോർ ഫ്രീ. ബോൺ എമി എന്ന് പറഞ്ഞാലോ ഗുഡ് ഫ്രണ്ട് ആണ്. ബോൺ എമി ഗുഡ് ഫ്രണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് എ സ്പീച്ച് ദ ലീഡർ വിഷ് ഡാഷ് ടു ഓൾ ഓ റിവോയർ. ഓ റിവോയർ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ അല്ലെ. ഗുഡ് ബൈ വിഷ് ചെയ്തു. പിന്നെ പോസ്റ്റ് മെറിഡിയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ. ഇത്ര എല്ലാവർക്കും സെറ്റ് ആയോ? എന്റെ കൂടെ തന്നെ എല്ലാവരും പഠിച്ചു പോകുന്നുണ്ടോ? ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. 21st വൺ. ബൂർഷ്യോസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂർഷ്യോസി, ബൂർഷ്യോസി എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആണ് കേട്ടോ. മിഡിൽ ക്ലാസ്സിനെയാണ് ബൂർഷ്യോസി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് നോക്കിയേ.
ബി അവർ OUR, പിന്നെ ജിഒ GEO, ISC ഇസ് ISC എന്ന് ഓർക്കുക കേട്ടോ. ബി അവർ ജിഒ ISC. ഇത് സ്പെല്ലിംഗ് കറക്ഷന് വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ബൂർഷ്യോസെ, ബൂർഷ്യോയുടെ സ്പെല്ലിംഗ് എന്താ? ബി അവർ, ഓക്കെ, OUR GEO, പിന്നെ ISC ഉണ്ട് കേട്ടോ, ISC. ക്ലിയർ അല്ലേ? ബൂർഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ ക്ലാസ് ആണ് അല്ലെ? മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 22nd വൺ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. എന്താണ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈ ഫെയർ ഓർ ഫോൾ മീൻസ് ആണ്. ഓക്കെ, ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ. ഓക്കെ, ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ബൈ ഫെയർ ഓർ ഫോൾ മീൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് കയറാം. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഫ്രേസ് ഫേറ്റ് അക്കംപ്ലി? ഫേറ്റ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫേറ്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാവോ? ഫേറ്റ് അക്കംപ്ലി ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഓക്കെ, ഫേറ്റ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട്, ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട്. അടുത്ത് നോക്കാം. ദ ഫ്രേസ് ഹാഫ് ബേക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പകുതിയെ ബേക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല അല്ലെ? നോട്ട് പ്രോപ്പർലി പ്ലാൻഡ് ആണ് കേട്ടോ, നോട്ട് പ്രോപ്പർലി പ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രേസ് ഹാഫ് ബേക്ഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. പകുതിയെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അല്ലെ? ഹാഫേ ബേക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പൊ പകുതിയെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇനി എൻ മാസേ, എൻ മാസേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ മാസേ, ആ മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഗ്രൂപ്പാണ് അല്ലെ? ഒരു ഗ്രൂപ്പാണ്, അല്ലാണ്ട് നമ്മുടെ വെയിറ്റും മാസും അല്ല കേട്ടോ. എൻ മാസേ എന്ന് പറഞ്ഞാൽ ഒരു മാസ്, ഒരു മോബ് അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് എന്നുള്ള രീതിയിൽ എൻ മാസേ എന്ന് പറഞ്ഞാൽ ആസ് എ ഗ്രൂപ്പാണ്, ആസ് എ ഗ്രൂപ്പ്. ഇനി അടുത്തേക്ക് കയറാം. 26th വൺ. ഇംപാസേ. ഇംപാസേ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപാസേ, ഇതെല്ലാം നമ്മുടെ PYQ ആണ് കേട്ടോ. ഇംപാസേ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഡെഡ് ലോക്ക് അല്ലെ? ഇംപാസേ, അപ്പൊ ഇനി പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, ഡെഡ് ലോക്ക് ആയി എന്നുള്ള രീതിയിൽ കേട്ടോ. ഇംപാസേ, അപ്പൊ ഇനി പാസ് ചെയ്യാൻ പറ്റില്ല, ആ വഴി കൂടെ ഇനി പാസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഡെഡ് എൻഡ് ആയി അല്ലെങ്കിൽ ഡെഡ് ലോക്ക് ആയി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. കിട്ടുന്നുണ്ടോ? ഇംപാസേ എന്ന് പറഞ്ഞാല് ഡെഡ് ലോക്ക്. നെക്സ്റ്റ് നോട്ട ബീൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. നോട്ട ബീൻ എന്ന് പറഞ്ഞാൽ നോട്ട് വെൽ അല്ലെങ്കിൽ നോട്ട് കെയർഫുള്ളി. മെലഫൈഡ് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ബോണഫൈഡ് പറഞ്ഞപ്പോ നമ്മള് മെലഫൈഡ് പറഞ്ഞിരുന്നു. ഒന്ന് പറഞ്ഞ എന്താണ് മെലഫൈഡ് എന്ന് പറഞ്ഞാല്? ബാഡ് ഫെയ്ത്ത് അല്ലെ? ബാഡ് ഫെയ്ത്ത് ആണ്. അപ്പൊ ബോണഫൈഡ് എന്തായിരുന്നു? ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഇനി 29th വൺ. പ്രോ റാറ്റ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് നെഗറ്റീവ് അടിക്കും കേട്ടോ. പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ ആണ്. ഓക്കെ, അല്ലാതെ റേഷ്യോ അല്ല കേട്ടോ. ഇനി എങ്ങാനും നമുക്ക് ഓപ്ഷനിൽ റേഷ്യോ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിക്കണ്ട. ഇൻ പ്രപ്പോർഷൻ, ഇൻ പ്രപ്പോർഷൻ ആണ്. പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ. ആൻഡ് 30th വൺ. വൈവ വോസ്. വൈവ വോസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈവ, വൈവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ എക്സാമിനൊക്കെ വൈവ നടന്നിട്ടുണ്ടാവും അല്ലെ? ഓറലി അല്ലെ? വൈവ വോസ് എന്ന് പറഞ്ഞാൽ ഓറലി. അപ്പൊ നമ്മുടെ വെർബൽ ആയിട്ട് ഓറലി എന്നുള്ള മീനിങ് ആണ് വൈവ വോസെ കേട്ടോ. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. റിവൈസ് ചെയ്യാം. ഓക്കെ, എല്ലാം PYQ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പോവാ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബൂർഷ്യോസി ആണ്. ബൂർഷ്യോസി എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആണ്. അതിന്റെ സ്പെല്ലിംഗ് ഓർക്കാം, ബി അവർ ജിഒ ISC. പിന്നെ ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൈ ഫെയർ ഓർ ഫോൾ മീൻസ് അല്ലെ? ബൈ ഫെയർ ഓർ ഫോൾ മീൻസ്. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഫ്രേസ് ഫേറ്റ് അക്കംപ്ലി? ഫേറ്റ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ ആൻ അക്കംപ്ലിഷ്ഡ് ഫാക്ട് ആണ്. ഓക്കെ, ഹാഫ് ബേക്ക്ഡ് എന്ന് പറഞ്ഞാലോ? നോട്ട് പ്രോപ്പർലി പ്ലാൻഡ്. ഓക്കെ, നോട്ട് പ്രോപ്പർലി പ്ലാൻഡ്, പകുതിയെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അല്ലെ? എൻ മാസേ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്, ഒരു മാസാണ്. ഓക്കെ, അപ്പോ എസ് എ ഗ്രൂപ്പ്. വേർഡ് ഇംപാസേ, എല്ലാവർക്കും ഇത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. എക്സാമിന് ജസ്റ്റ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇംപാസേ എന്ന് പറഞ്ഞാൽ ഇനി പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ? ഡെഡ് ലോക്ക്. ഇംപാസേ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക്. ഓക്കെ, അടുത്തേക്ക് കയറാം. നോട്ടാ ബീൻ നമ്മൾ പറഞ്ഞതാണ്, നോട്ടഡ് വെൽ എന്ന് പറഞ്ഞു. പിന്നെ മെലഫൈഡ് എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത്, ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്. പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ പ്രപ്പോർഷൻ ആണ്. പ്രോ റാറ്റ എന്ന് പറഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ. വൈവ വോസെ എന്ന് പറഞ്ഞാൽ ഓറലി. ഓക്കെ, ഈ 30 എല്ലാവരും പഠിച്ചോ? ഓക്കെ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതും കൂടെ പറയാം.
ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. പെർ മെൻസം എന്ന് പറഞ്ഞാൽ എന്താ? പെർ മെൻസം. ഓക്കെ, പെർ മെൻസം ഒന്ന് മലയാളീകരിച്ച് നോക്കിയേ. മെൻസം മാസം എന്നൊക്കെ ആലോചിക്കുക അല്ലെ. അപ്പൊ എന്തായിരിക്കും? പെർ മന്ത്. പെർ മെൻസം എന്ന് പറഞ്ഞാൽ എന്താ? പെർ മന്ത് അല്ലെ, പെർ മന്ത് ആണ്. ബോൺ മോട്ട് 30 സെക്കൻഡ് ആണ് അല്ലെ. ബോൺ മോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിറ്റി റിമാർക്ക് ആണ്, ഒരു സില്ലി ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ വിറ്റി റിമാർക്ക് കേട്ടോ, അതിനെയാണ് ഒരു തമാശ എന്നുള്ള രീതിയിൽ ഒരു സില്ലി ആയിട്ടുള്ള ഒരു സംഭവം, അതിനെയാണ് ബോൺ മോട്ട് എന്ന് പറയുന്നത്. വിറ്റി റിമാർക്ക് പറയാ അല്ലെ, കളിയാക്കി പറയാ, ഫൂളിഷ് ആയിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവം വിറ്റി റിമാർക്ക്. ബോൺ മോട്ട് ഇറ്റ് മീൻസ് വിറ്റി റിമാർക്ക്. നെക്സ്റ്റ് 33 ആയി അല്ലെ. നോയൽ എന്ന് പറഞ്ഞാൽ എന്താ? നോയൽ, നോ എൽ എന്ന് ഓർക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. നോയൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നോ എല്ല് പോലും ബാക്കി വെക്കില്ല എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. നോയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ക്രിസ്മസ്. നോയൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. ഓക്കെ, അടുത്തേക്ക് കയറാം. 34th വൺ. ദ ഫ്രേസ് ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ, ബീൻസ് സ്പിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്തുള്ള ബീൻസ് സ്പിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻഫോർമേഷൻ പുറത്തേക്ക് വരിക അല്ലെ, അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വരിക, ബീൻസ് സ്പിൽ ചെയ്യല്ലേ. സോ ടു റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ, ഇമ്പോർട്ടന്റ് ആണ്. ടു റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ, റിവീൽ ചെയ്യുക അല്ലെ, പുറത്തു കൊണ്ടുവരിക. അപ്പോ ദ ഫ്രേസ് ടു സ്പിൽ ദ ബീൻസ് ഇറ്റ് മീൻസ് ടു റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് സബ്ജുഡൈസ്. സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ജുഡീഷ്യൽ. ജുഡൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ജുഡീഷ്യൽ കൺസിഡറേഷൻ, ജുഡീഷ്യൽ കൺസിഡറേഷൻ. അതിന്റെ കൂടെ തന്നെ പഠിക്കുക സബ് പൊയേന. സബ് പൊയേന എന്ന് പറഞ്ഞാൽ എന്താ? സബ് പൊയേന എന്ന് പറഞ്ഞാൽ എന്താണ്? സമൻസ് ആണ്. സമൻസ്, നമ്മുടെ കോടതി എന്നൊക്കെ സമൻസ് എന്നൊന്നും പറയില്ലേ, അതാണ് സബ് പൊയേന കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കാം. സബ് പൊയേന എന്ന് പറഞ്ഞാൽ എന്താ? സമൻസ് ആണ്, സമൻസ് ആണ്. ജസ്റ്റ് ആലോചിക്കാം, നമുക്ക് ഈ സമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാല് സബ് പോയിട്ട് കാര്യമില്ല അല്ലെ. സബ് പൊയേന, സബ് പോയിട്ട് കാര്യമില്ല. സമൻസ് വരുമ്പോ നമ്മൾ തന്നെ പോണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ സബ് പൊയേന എന്ന് പറഞ്ഞാൽ എന്താ? സമൻസ് ആണ്. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, പഠിച്ചേക്കുക. സബ് ജുഡൈസ് എന്ന് പറഞ്ഞാല് അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, ഇനി അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് പാർസിമോണിയസ്. 36 ആയി അല്ലെ. പാർസിമോണിയസ്. പാർസിമോണിയസ് എന്ന് പറഞ്ഞാല് സെൽഫിഷ് ആയിട്ടുള്ള. പാഴ്സിമോണിയസ് വേണമെങ്കിൽ സിനോണിം ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. പാഴ്സിമോണിയസ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആണ്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഇപ്പൊ നമ്മുടെ പാഴ്സിമോണിയസ് എന്ന് പറയുമ്പോഴേ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പേഴ്സിൽ മണി എന്ന് ഓർക്കാം. ഓക്കെ, പേഴ്സിൽ പൈസ അല്ലെങ്കിൽ മണി എന്നുള്ള രീതിയിൽ ഓർക്കാം. നമ്മുടെ പേഴ്സിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെറുതെ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ പാഴ്സിമോണിയസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? സെൽഫിഷ്. ഓക്കെ, സെൽഫിഷ് ആയിട്ടുള്ള. ഇനി അടുത്ത് നോക്കാം. എക്സ് പാർട്ടേ. എക്സ് പാർട്ടേ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പാർട്ട് ഒരു പാർട്ടാണ് അല്ലെ. അപ്പൊ വൺ സൈഡഡ്. ഓക്കെ, എക്സ് പാർട്ടേ എന്ന് പറഞ്ഞാല് വൺ സൈഡഡ് ആണ് കേട്ടോ. ഓക്കെ, ഒരു പാർട്ട് അല്ലേ, അപ്പൊ വൺ സൈഡഡ്, വൺ സൈഡഡ്. 38th വൺ. മാഗ്നം ഓപ്പസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താ മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാല്? ഒരാളുടെ ഏറ്റവും വലിയൊരു വർക്ക് അല്ലെ, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള വർക്ക്, അതിനെയാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയാ. ഓക്കെ, ഗ്രേറ്റ് വർക്ക്, അതാണ് മാഗ്നം ഓപ്പസ്. ഓക്കെ, ഗ്രേറ്റ് വർക്ക് ആണ്. രാജുസ് ഫ്രണ്ട് ഇസ് എ ബോണഫൈഡ് എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗം പറഞ്ഞ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ബോണഫൈഡ്? ജെനുവിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബോണഫൈഡിന്റെ ആന്റണിമ മാലഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള. ഓക്കെ, ഇനി അടുത്തേക്ക് കയറാം. 40th വൺ. വൈസ് വേഴ്സ. വൈസ് വേഴ്സ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലെ. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? റിവേഴ്സ്ഡ് അല്ലെ. റിവേഴ്സ്ഡ്, തിരിച്ചും എന്നുള്ള രീതിയിൽ. ഓക്കെ, റിവേഴ്സ്ഡ് ആണ് കേട്ടോ. വൈസ് വേഴ്സ ഇറ്റ് മീൻസ് റിവേഴ്സ്ഡ്. അപ്പൊ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. വൈവ വോസെ എന്ന് പറഞ്ഞാല് ഓറലി ആണ്. പെർ മെൻസം മാസം എന്ന് ആലോചിക്കാം, പെർ മന്ത് ആണ്. പിന്നെ ബോൺ മോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റി റിമാർക്ക് കേട്ടോ, വിറ്റി റിമാർക്ക്. നോയൽ, എല്ല് പോലും ബാക്കി വെക്കില്ല, നോ എല്ല് അല്ലെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ക്രിസ്മസ് ആണ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ സീക്രട്ട് ഇൻഫോർമേഷൻ. സബ് ജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ അല്ലെ. സബ് പൊയേന എന്ന് പറഞ്ഞാൽ എന്താ? സമൻസ് ആണ് അല്ലെ. സബ് പൊയേന, സമൻസ്. പാഴ്സിമോണിയസ്, സെൽഫിഷ് ആണ്. പേഴ്സിൽ മണിയൊക്കെ ഉണ്ട്, സെൽഫിഷ് ആണ്.
എക്സ് പാർട്ടെ വൺ സൈഡഡ്, എക്സ് പാർട്ടെ വൺ സൈഡഡ്. മാഗ്നം ഓപ്പസ് ഗ്രേറ്റ് വർക്കാണ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള അല്ലെ, ജെനുവിൻ ആയിട്ടുള്ള. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ എന്താ, റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, റിവേഴ്സ്ഡ്. ഇത്രയും സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒരു കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. തീർന്നിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അടുത്തതിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ് എ വിസ് എന്താണ്? ഫേസ് ടു ഫേസ് അല്ലെ? വിസ് ഫേസ്, വിസ് എ വിസ്, അപ്പൊ ഫേസ് ടു ഫേസ്. അടുത്തത് റെന്റവോ, 42 കേട്ടോ. റെന്റവോ, റെന്റവോ എന്ന് പറഞ്ഞാല് എന്താണ്? റെന്റവോ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ആണ്. ഓക്കെ, മീറ്റിംഗ് പ്ലേസിനെയാണ് എന്ത് പറയാ? റെന്റവോ, റെന്റവോ. അപ്പൊ റെന്റിന് ഒരു സ്ഥലം എടുത്തു, ഒരു മീറ്റിംഗ് പ്ലേസ് എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. മീറ്റിംഗ് പ്ലേസ് ആണ്. അപ്പൊ മീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം റെന്റിന് എടുത്തു എന്ന് ഓർത്ത് വെക്കാം. റെന്റവോ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ്. The toy was very attractive, but nobody knew its mode of operation. Mode of operation എന്ന് പറഞ്ഞാൽ എന്താ? Mode of operation അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെ? മോഡസ് ഓപ്പറൻഡി, ആ പേരിൽ തന്നെ കിട്ടുമല്ലോ. മോഡസ് ഓപ്പറൻഡി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ, അതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ, അതാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? 43rd. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? വൊക്കാബുലറി ആണ്, അത്യാവശ്യം ചിലപ്പോ ബോറൊക്കെ അടിക്കും. എന്നാലും നമ്മൾ പഠിച്ചെടുക്കണം, എന്നാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്യാം. ഓക്കെ, നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ, പി കെ ലേണിംഗ്സിന്റെ ടെലഗ്രാം ചാനൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം. 44 എത്തി. അബ് ഇനീഷ്യോ. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാല്, ഇനീഷ്യോ എന്ന് കാണുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്താണത്? ഫ്രം ദി ബിഗിനിങ് അല്ലെ? ഇനീഷ്യൽ എന്നൊക്കെ ഓർക്കാം. ഫ്രം ദി ബിഗിനിങ്, അബ് ഇനീഷ്യോ. ഓക്കെ, അടുത്തേക്ക് കയറാം. കാർപേ ഡൈം. കാർപേ ഡൈം എന്ന് പറഞ്ഞാൽ എന്താ? കാർപേ ഡൈം എൻജോയ് ദി പ്രസന്റ് ഡേ അല്ലെ? അപ്പൊ പലരും ഈ കാർപേ ഡൈം എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിലൊക്കെ കയറാറുണ്ട് അല്ലെ, പേരൊക്കെ വെച്ചിട്ട്. കാർപേ ഡൈം എന്താണ് സംഭവം? എൻജോയ് ദി പ്രസന്റ് ഡേ, എൻജോയ് ദി പ്രസന്റ് ഡേ. ഓക്കെ, ഇനി ഫെലോ ഡിസേ, 46th വൺ. ഫെലോ ഡിസേ എന്ന് പറഞ്ഞാല് സൂയിസൈഡ് ആണ്. സൂയിസൈഡ്. അപ്പൊ സൂയിസൈഡ് ഒക്കെ ചെയ്ത് ചിലപ്പോ ഇങ്ങനെ വീണിട്ടുണ്ടാവും അല്ലെ? ഫോളിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഫെല്ല് ആലോചിക്കാം. നമ്മളിതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോ ഫെലോ എന്ന് പറയുമ്പോൾ സൂയിസൈഡ് ചെയ്ത് വീണു, ഫെൽ എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ഫെലോ ഡിസേ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സൂയിസൈഡ്, സൂയിസൈഡ്. അടുത്ത് നോക്കാം. വി കനോട്ട് പബ്ലിക്കലി ജഡ്ജ് എ കേസ് ദാറ്റ് ഇസ് ഡാഷ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? സബ്ജുഡൈസ് അല്ലെ? സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. അപ്പോ ജുഡീഷ്യൽ കൺസിഡറേഷനിലുള്ള ഒരു കേസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കലി ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സ്റ്റാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ടു അപ്പിയർ, ഓക്കെ, ബിഫോർ കോർട്ട്, അതിനെയാണ് പറയുന്നത് ലോക്കസ് സ്റ്റാൻഡി. ഓക്കെ, ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അപ്പിയർ ബിഫോർ കോർട്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു സ്റ്റാൻഡ്, അല്ലെങ്കിൽ റൈറ്റ് ടു ഇന്റർഫിയർ എന്നൊക്കെ പറയാം. അതാണ് ലോക്കസ് സ്റ്റാൻഡി. ഓക്കെ, ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലെ? ആ പേരിൽ തന്നെ കിട്ടും, ടോട്ടോ, ടോട്ടൽ ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, പെർജുറി. പെർജുറി എന്ന് പറഞ്ഞാൽ എന്താ? പെർജുറി കള്ളസത്യം പറയാ അല്ലെ? ഓക്കെ, കള്ളസത്യം, ഫോൾസ്. ഫോൾസ് ഓത്തിനെയാണ് നമ്മൾ പെർജുറി എന്ന് പറയാ. ഇതും കൂടെ പഠിച്ചേക്കണം, കാരണം PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെർജുറി എന്ന് പറഞ്ഞാല് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഫോൾസ് ഓത്ത് ആണ്. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ സബ്ജുഡൈസ്, വി കനോട്ട് പബ്ലിക്കലി ജഡ്ജ് എ കേസ് ദാറ്റ് ഇസ് സബ്ജുഡൈസ്. സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ അല്ലെ? ഇനി അതേപോലെ തന്നെ പെർജുറി എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ഓത്ത് ആണ്. അറിഞ്ഞു വെച്ചേക്കണേ. ഇനി നെക്സ്റ്റ് നോക്കാം. 48th വൺ. പനോരമ. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? നമ്മുടെ ഫോണിലൊക്കെ ഉള്ള ഒരു ഫീച്ചർ ആണ്. പനോരമ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? വൈഡ് സൈറ്റ് അല്ലെങ്കിൽ വൈഡ് വ്യൂ അല്ലെ? വൈഡ് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഫീച്ചർ ആണ്. അപ്പൊ വൈഡ് സൈറ്റ് വിത്തൗട്ട് ഇന്ററപ്ഷൻ, അതിനെയാണ് പനോരമ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വൈഡ് സൈറ്റ് വിത്തൗട്ട് ഇന്ററപ്ഷൻ, അതിനെയാണ് പനോരമ എന്ന് പറയുന്നത്. പാൻഡേമോണിയം ഉണ്ട് അല്ലെ? എന്താ ഈ പാൻഡേമോണിയം? പാൻഡേമോണിയം, പാൻഡേമോണിയം എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഹാർമോണിയം എന്നൊക്കെ ഓർക്കാം. വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ, അതാണ് പാൻഡേമോണിയം കേട്ടോ. ഇനി 49th വൺ. സ്റ്റാറ്റസ് ക്യൂവോ. സ്റ്റാറ്റസ് ക്യൂവോ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റസ് ക്യൂവോ,
സ്റ്റാറ്റസ് എന്ന് കാണുമ്പോൾ തന്നെ അല്ലെ, നമ്മളെല്ലാവരും ഫോണിലൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റസ് ക്യൂവോ. സ്റ്റാറ്റസ് ക്യൂവോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വൺ, റൈറ്റ് ദി അബ്രിവേഷൻ ഓഫ് EG. EG എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. എക്സംപ്ലി ഗ്രേറ്റിയ. എന്താണ് എക്സംപ്ലി ഗ്രേറ്റിയ? കേട്ടോ, എക്സാമ്പിൾ ഗിവൺ ഒന്നും അല്ല, എന്താണ് എക്സംപ്ലി ഗ്രേറ്റിയ, പറഞ്ഞു തന്നെ പഠിക്കണേ. അപ്പൊ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. യെസ്, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള 10 നമുക്ക് ഒന്നും കൂടെ നോക്കാം. വിസ് എന്ന് പറഞ്ഞാല് ഫേസ് ടു ഫേസ്. റെന്റവോ എന്ന് പറഞ്ഞാല് മീറ്റിംഗ് പ്ലേസ്. റെന്റബസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, റെന്റവോ എന്നാണ് പ്രൊനൗൺസിയേഷൻ. പിന്നെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല് മോഡസ് ഓപ്പറൻറ്റി. അബ് ഇനീഷിയോ, ഫ്രം ദ ബിഗിനിങ്. കാർപേ ഡൈം, എൻജോയ് ദി പ്രസന്റ് ഡേ. ഫെലോ ഡിസേ, സൂയിസൈഡ്. ഇനി സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കൺസിഡറേഷൻ ആണ്, അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. പെർജുറി എന്ന് പറഞ്ഞാൽ ഫോൾസ് ഓത്ത് ആണ്. ലോക്കസ് സ്റ്റാൻഡി, അതും ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ് ടു അപ്പിയർ ബിഫോർ കോർട്ട് അല്ലെങ്കിൽ റൈറ്റ് ടു അപ്പിയർ, റൈറ്റ് ടു സ്റ്റാൻഡ് എന്നുള്ളതൊക്കെയാണ് ലോക്കസ് സ്റ്റാൻഡി. പനോരമ എന്ന് പറഞ്ഞാൽ വൈഡ് വ്യൂ അല്ലെങ്കിൽ വൈഡ് സൈറ്റ് വിത്തൗട്ട് ഇന്ററപ്ഷൻ. പാൻഡേമോണിയം ആണ് വൈൽഡ് ആൻഡ് നോയ്സി ഡിസോർഡർ. സ്റ്റാറ്റസ് ക്യൂ എന്ന് പറഞ്ഞാൽ അറ്റ് ദി എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. EG എന്ന് പറഞ്ഞാൽ എക്സംപ്ലി ഗ്രേറ്റിയ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നോയൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സുമായിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.